കേരളത്തിൽ അധികാരം കിട്ടുന്നതിന് മുമ്പേ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കസേരകളി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. വി സതീശൻ മുതൽ ശശി തരൂർ വരെ, ചെന്നിത്തല മുതൽ കെ വേണുഗോപാൽ വരെ ഗ്രൂപ്പ് പോരുകൾക്കപ്പുറം വ്യക്തിപരമായ സിംഹാസന മോഹങ്ങൾ കോൺഗ്രസിനെ എങ്ങോട്ടേക്കാണ് എത്തിക്കുന്നത്? തിരഞ്ഞെടുപ്പിന് മുമ്പേ പടലപ്പിണക്കങ്ങൾ കൊണ്ട് പാർട്ടി തകരുമോ? കോൺഗ്രസിലായ 7 മുഖ്യമന്ത്രി മോഹികളെക്കുറിച്ചും അവർക്കിടയിലെ അണിയറ നീക്കങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് അറിയുന്നത്. ചില രഹസ്യങ്ങൾ ഇതിലുണ്ട്. നിലവിലെ പ്രതിപക്ഷ നേതാവ് വി സതീശൻ തന്നെയാണ് ലിസ്റ്റിലെ ഒന്നാമൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. എന്നാൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി ഇക്കാലത്ത് സതീശന് കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല. സഭയ്ക്കകത്തെ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം ഉയർത്തിക്കാട്ടിയാണ് സതീശൻ പക്ഷം കരുനീക്കുന്നത്. പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയർ ആയവർക്ക് മുന്നിൽ വഴിമാറാൻ ചെന്നിത്തല തയ്യാറുമല്ല. KPCC അധ്യക്ഷൻ, മന്ത്രി, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ എല്ലാ പദവികളും വഹിച്ച പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. ഹൈക്കമാൻഡുമായുള്ള വ്യക്തിബന്ധവും കേരളത്തിലെ ഗ്രൂപ്പിന്റെ സ്വാധീനവും ഉപയോഗിച്ച് താഴെപ്പെട്ട നീതി തിരിച്ചുപിടിക്കാനാണ് ചെന്നിത്തലയുടെ ശ്രമം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന അതിശക്തമായ പദവിയിലാണ് കെ വേണുഗോപാൽ. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ. കേരളത്തിലെ ഗ്രൂപ്പ് പോരുകൾക്കിടയിൽ ഒരു സമാധാന ദൂതനായി ഹൈക്കമാൻഡ് അവതരിപ്പിക്കുമോ എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഉറച്ച സീറ്റ് കണ്ടെത്തുക എന്നത് അദ്ദേഹത്തിന്റെ വെല്ലുവിളിയുമാണ്. ഏറ്റവും കൂടുതൽ തവണ പാർലമെന്റിലെത്തിയ പാരമ്പര്യമാണ് കൊടിക്കുന്നിലിന്റെ ആയുധം. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം അദ്ദേഹം ഉയർത്തുന്നു. ഹൈക്കമാൻഡിന് മുന്നിൽ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് കാർഡ് ഇറക്കി കസേര ഉറപ്പിക്കാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളാണ് ശശി തരൂർ. യുവാക്കളും പ്രൊഫഷണലുകളും തരൂരിനെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പാർട്ടിയിലെ ഔദ്യോഗിക നേതൃത്വത്തിന് അദ്ദേഹം ഇപ്പോഴും അനഭിമതനാണ്. മോദി സ്തുതിയുടെ പേരിൽ ചിലർ അദ്ദേഹത്തെ BJPയിലേക്ക് ചേർത്ത് വായിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ ഭരണത്തിലേറാൻ തരൂർ എന്ന ബ്രാൻഡ് അനിവാര്യമാണെന്ന ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള കരുത്തുറ്റ നേതാക്കൾ നോക്കാം. KPCC അധ്യക്ഷൻ K സുധാകരനും സണ്ണി ജോസഫും ഈ പോരിലേക്ക് കണ്ണുവെക്കുന്നത് മറ്റുള്ളവരുടെ തല്ല് കണ്ടിട്ടാണ്. പ്രബലർ തമ്മിലടിക്കുമ്പോൾ ഒരു ഡാർക്ക് ഫോഴ്സായി കടന്നു വരാൻ ഇവർക്ക് സാധിക്കുമോ? സണ്ണി ജോസഫ് അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ BJPയുടെ കടന്നാക്രമണത്തെ നേരിടുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഈ ആഭ്യന്തര കലഹം തുടരുന്നത് ദേശീയ നേതൃത്വത്തിന് തലവേദനയാണ്. കർണാടകയിലും തെലങ്കാനയിലും കണ്ടതുപോലെയുള്ളൊരു ഐക്യം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് തിരിച്ചടിയാകും. UDFിലെ രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ലാതെ ആർക്കും മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല. കെ വേണുഗോപാലിന് വേണ്ടി സുരക്ഷിതമായൊരു സീറ്റ് വിട്ടു നൽകാൻ ലീഗ് തയ്യാറാകുമോ എന്നത് സംശയമാണ്. സീറ്റ് വിഭജനത്തിലും തിരഞ്ഞെടുപ്പിലും സ്വന്തം ഗ്രൂപ്പുകാരെ ജയിപ്പിക്കാനും എതിർ ഗ്രൂപ്പുകാരെ തോൽപ്പിക്കാനും നടത്തുന്ന നീക്കങ്ങൾ കോൺഗ്രസിന്റെ അടിത്തറ തോണ്ടിയേക്കാം. അപ്പോൾ ആരാണ് ഈ 7 പേരിൽ യഥാർത്ഥ ഭാഗ്യവൻ? അതോ ഇതിനപ്പുറത്തേക്ക് ഇതിൽ നിന്നൊരു അപ്രതീക്ഷിത മുഖം വരുമോ? ഗ്രൂപ്പും ഗ്രൂപ്പും പുതിയ സമവാക്യങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ജനങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കുക? കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി ഈ അധികാര വടംവലിയിൽ എരിഞ്ഞു തീരുമോ? അതോ ഒറ്റക്കെട്ടായ ഒരു മുന്നേറ്റം ഉണ്ടാകുമോ? നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? അല്ലെങ്കിൽ അതിന് ഏറ്റവും യോഗ്യൻ ആരാണ്?